ടൂറിസത്തിന് ഉണർവേകാൻ ചിലക്കൂർ വിനോദസഞ്ചാര വികസന പദ്ധതി. സംസ്ഥാന ജലപാതയായ TS കനാലിന്റെ ഭാഗമായ വർക്കല ചിലക്കൂരിൽ ടൂറിസം വികസനം ലക്ഷ്യമിട്ട് സർക്കാർ ആവിഷ്കരിച്ച ചിലക്കൂർ വിനോദസഞ്ചാര വികസന പദ്ധതി ഫെബ്രുവരി 26 മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. ചിലക്കൂർ ടണലിന്റെ പുനരുദ്ധാരണം, ടണലിനുള്ളിൽ അത്യാധുനിക ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ, വൈദ്യുത ബോട്ടുകളുടെ വിന്യാസം എന്നിവ പൂർത്തിയായി. ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം, തിരുവിതാംകൂർ ചരിത്രം എന്നിവ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിലൂടെയാണ് പ്രദർശിപ്പിക്കുക. ടണലിനുള്ളിലേക്കും തിരികെയുമായി യഥാക്രമം 7 മിനിറ്റ് എന്ന രീതിയിലാണ് ബോട്ട് യാത്ര. 20 പേർക്കിരിക്കാൻ കഴിയുന്ന ഇലക്ട്രിക് ബോട്ടും പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട്. സമീപത്തുള്ള പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും അന്തിമഘട്ടത്തിലാണ്. കോവളം മുതൽ കാസർഗോഡ് ബേക്കൽ വരെ 616 കിലോമീറ്ററിൽ നദികളെയും കായലുകളെയും ബന്ധിപ്പിച്ചും അല്ലാത്ത ഇടങ്ങളിൽ കനാലുകളിലൂടെ ഗതാഗതം സാധ്യമാക്കിയുമാണ് സർക്കാർ സംസ്ഥാന ജലപാത പദ്ധതി നടപ്പാക്കുന്നത്. കേരള വാട്ടർവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ലിമിറ്റഡ്, കേരള ഇറിഗേഷൻ വകുപ്പിന് കീഴിലുള്ള ഇൻലാൻഡ് നാവിഗേഷൻ, കിഫ്ബി, സിയാൽ എന്നീ ഏജൻസികളുടെ നേതൃത്വത്തിലാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരെയുള്ള ജലഗതാഗതത്തിന് പ്രധാന തടസ്സം വർക്കലയിലെ കുന്നുകളായിരുന്നു. തിരുവിതാംകൂർ ദിവാനായിരുന്ന T. മാധവറാവുവിന്റെ ഭരണകാലത്താണ് വർക്കല കുന്ന് തുരന്ന് തുരങ്കം നിർമ്മിച്ചത്. അഞ്ചുതെങ്ങ്, ഇടവ, നടയറ കായലുകളിലെ ജലപാതകളെ പരസ്പരം ബന്ധിപ്പിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാനാകുമെന്ന് ചീഫ് എഞ്ചിനീയറായ വാൾത്യൂസ് ക്ലാറൻസ് ബാർട്ടൺ നിർദ്ദേശിക്കുകയും നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്തു. 1870 ജൂലൈ 7 ടണലിന്റെ പണി ആരംഭിച്ചത്. ശിവഗിരി ടണലും ചിലക്കൂർ ചെറിയ ടണലും ഉൾപ്പെടുന്ന 2 പ്രധാന തുരങ്കങ്ങളാണ് വർക്കലയിലുള്ളത്. 1000 അടി നീളം വരുന്ന ചിലക്കൂർ ചെറിയ തുരപ്പ് 1876 2500 അടി നീളമുള്ള ശിവഗിരി തുരപ്പ് 1880 യാഥാർത്ഥ്യമായത്. ഇരു ടണലുകളിലെയും ചെളി നീക്കം ചെയ്യുകയും അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, വർക്കല മീഡിയ.